ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്, 2 ദിവസം നല്ല വെയിലായിരുന്നു, നല്ല മഴ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടിൻ്റെ പൊടി മിക്സിയിലോട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നനച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. ആവശ്യത്തിനുള്ള പൊടി ഇട്ടേച്ച് ചോറ്, തലേ ദിവസത്തെ ചോറാണ്, ഫ്രിഡ്ജിൽ വെച്ച ചോറ്, വെള്ളം ഒഴിച്ചിട്ട് ചോറാണേലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ചോറും ഇട്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇത്രയായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഇനി പൊടിച്ചുകൊണ്ട് വരട്ടെ. ചോറിട്ട് പൊടിച്ചെടുത്താണ് ഇതിൻ്റെ നല്ല നനവാണ്, നല്ല സോഫ്റ്റാണ്. പുട്ടുണ്ടാക്കിയാലും ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊടി കൂടുതലായിരിക്കും, ചിലപ്പോൾ ചോറ് കുറവായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്നത് പൊടി കൂടുതലാണെങ്കിൽ ഇച്ചിരിയുടെ ചോറിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ചോറ് കൂടുതലാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇച്ചിരി പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളൊരു ശകലം പൊടി എടുത്താൽ മതി കേട്ടോ, ഒരുപാട് കാണും. ഇതിൻ്റെ കറക്റ്റ് നനവെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അമർത്തുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കട്ട കെട്ടുന്നതാണ് ഇതിൻ്റെ നനവെന്ന് പറയുന്നത്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കട്ടെ. പുട്ട് ആദ്യത്തെ കുറ്റി, കമ്പിട്ട് പുട്ടും ചെയ്യാറുണ്ടല്ലോ. ഇതിൻ്റെ കമ്പി വരുന്നു പൊടിയാതെ കിട്ടിയതല്ലോ, കമ്പിട്ട് കുത്തി ഇപ്പം ചെരിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാട്ടോ, തൊടുന്നതേ പൊടിഞ്ഞു പോകും, അതുപോലെ നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, പൊടിയാതെ കിട്ടിയത് കണ്ടോ. അതാദ്യമേ ഞാൻ ഇതിനകത്ത് കുത്തിയ കമ്പ് ഇത് കണ്ടോ, ഇങ്ങനത്തെ കമ്പായിപ്പോയി. പക്ഷേ ഇച്ചിരിയുടെ വണ്ണമുള്ള കമ്പ് വേണമായിരുന്നു, അന്നേരം ചില്ല് ചെരിഞ്ഞു പോയി, അതാ പറ്റിയത്. ഈ പുട്ടുണ്ടല്ലോ, നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ തിന്നാനുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുട്ടാണ്. പുട്ടും പഴവും പപ്പടവും, അച്ചുവിന് ഗോതമ്പൂട്ടും അതിൽ നിന്ന് പറഞ്ഞു. കുട്ടിത്തവാങ്കിന് ഇന്ന് പഠിത്തമില്ല, ഇന്ന് നാളെ ഇല്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്ന് തകർക്കാനുള്ള പരിപാടിയാണ്. ഇല്ലടി, പഞ്ചസാര എടുക്ക, നീങ്ങി പാടി. അവള് തന്നെ ഇവിടുന്ന് പോയിട്ട് എന്നെ സഹായിക്കാതെ. ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നോണ്ടുണ്ടല്ലോ മടിച്ച് നിൽക്കുമായിരുന്നു അടുക്കള കയറാനായിട്ട്. ഇനിയിപ്പം കറണ്ട് വന്നു, കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുവാണ്. നല്ല പനിയായിരുന്നു കേട്ടോ ഇന്നലെ, നല്ല പനി തന്നെ, നല്ല പനിയായിരുന്നു. ഇപ്പോഴും അങ്ങോട്ട് ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. എന്നാലും നമുക്ക് അടുക്കള കയറി ജോലി ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തല്ലേ പറ്റൂ. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം മേടിച്ച ചീമച്ചക്കയുടെ പകുതി ഉണ്ടായിരുന്നു കേട്ടോ, അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അത് അടുക്കളയിലോട്ട് വെച്ചു. സവോളയും ചീമച്ചക്കയും എല്ലാം വെച്ച് അരിഞ്ഞ് അടുപ്പത്ത് നല്ലോണം വേകുന്ന കേട്ടോ, പെട്ടെന്ന് വേകുകയും ചെയ്യും. പിന്നെ തൈര് ഇരിപ്പുണ്ട് മോര് കറി വെക്കാനായിട്ട്, കഴിഞ്ഞ ദിവസം ഉറ ഒഴിച്ച് വെച്ചാണ്. കവറുപാലാണ്, പിന്നെ മീനുണ്ട് വറക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനുള്ളതെല്ലാം സാധിച്ചോണ്ടിട്ട് ഒട്ടും വയ്യന്നേ. ഞാൻ ഇതിലൊന്നും കമൻറ്റ് ബോക്സിലൊന്നും കയറിയിട്ടില്ല കേട്ടോ, ആർക്കും കമൻറ്റ് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. അതൊക്കെ ഇനി ഞാൻ ഇന്ന് തരും, ഇന്ന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞായിരിക്കും ഞാൻ റിപ്ലൈ തരുന്ന കാര്യമൊക്കെ പറയുന്നതിന് മുമ്പേ റിപ്ലൈ തരും കേട്ടോ. അപ്പം ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണം. ഇന്നലെ ഇങ്ങോട്ട് പനിക്കാൻ തുടങ്ങിയിട്ട് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് പനിച്ചു കേട്ടോ. കുളിയും കൂടെ കഴിഞ്ഞപ്പോഴാണ് പനി കൂടിയത്. അതിന് മുമ്പ് എന്നെ അങ്ങ് വേർത്തായിരുന്നല്ലോ, വേർത്തോണ്ട് ഞാൻ കുളിച്ച്. അതായത് പിന്നെ വേർത്തേച്ച് പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. കിടക്കാൻ ഇഷ്ടമല്ല, കട്ടിലേ പോയി പിന്നെ കിടക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങ് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം കറിയൊക്കെ വെക്കട്ടെ. കറണ്ട് വന്നു പോയി നിൽക്കുക, എൻ്റെ പണി അതെന്താന്ന് തോന്നുന്നു. അപ്പം മോരുകറിക്കുള്ളൊക്കെ അരച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് അരയ്ക്കാനൊക്കെ എടുക്കട്ടെ.
അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ടൊക്കെ വരട്ടെ. ചതച്ചെടുത്തോണ്ട് വാ ചുമ്മാ പെണ്ണങ്ങ് അലമ്പാന്നേ. എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അടുക്കള നിന്ന് അങ്ങ് അലമ്പാ. ആണടി, ഭയങ്കര സഹായമാണ്. ദൈവം ദൈവത്തിൻ്റെ മാത്രം മറ്റുള്ള ഭയങ്കര ചൂടാ. മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയ്ക്ക്. മോര് കറിക്ക് കടുക് വറക്കണം. ഞാൻ ഉലുവ ചേർക്കും മോര് കറിക്ക്. ഉലുവയായിട്ട് തന്നെ ചേർക്കും, ഉലുവപ്പൊടിയല്ല, ഉലുവയായിട്ട് തന്നെ. ഇതിനകത്ത് പച്ചമുളക് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ ഓർക്കും ഇന്നലെ പച്ചമുളകല്ല ഞാൻ എവിടെ വെച്ചത്. അങ്ങനെ നമ്മുടെ ചീമച്ചക്കയൊക്കെ വെന്തു. പിന്നെ മോരുകറിക്കുള്ള സംഭവം വെള്ളം സെറ്റായിട്ട് നിൽക്കുന്നു. തേങ്ങ എല്ലാം അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മോരും കൂടെ ഒഴിച്ചങ്ങ് നല്ലപോലെ അടിച്ചെടുക്കുവേ. പനി ആയതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നീ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പനി തന്നെ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. ഇന്ന് അത്രയും ചൂടൊന്നുമില്ല, പക്ഷെ വായിക്കുന്ന കയ്പും. അച്ഛൻ മോരിൻ്റെ ഒന്നും ഉപ്പ് നോക്കത്തില്ല, അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇഷ്ടപ്പെട്ട കറിയൊക്കെയാണെങ്കിൽ അവൾ ഉപ്പ് നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ തിരിഞ്ഞു നോക്കിയതാണ്. ഇന്നലെ കുറേ പേരുടെ വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാവരെയൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യാം. വയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യും. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ അമ്മമാർക്കുണ്ടല്ലോ, എത്ര വയ്യാലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ യോഗമില്ല. ഇങ്ങനെയുള്ളതൊക്കെ മക്കളായിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിയല്ല, വലിയ ഭയങ്കര രോഗം വന്നാൽ പോലും ഉണ്ടല്ലോ അവരുടെ തിരിക്കണ്ട. ആണോ? അവിടെ ഇരുന്നോണ്ട് ഞാൻ അരിയാനുള്ളൊക്കെ അരിയുമായിരുന്നു കേട്ടോ. പച്ചക്കള്ളം ചീമച്ചക്ക പിന്നെ വേറെ വല്ലതും എന്നതറിയ വെളുത്തുള്ളി തന്നെ ചതയാതെ കിടപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ. അമ്മയല്ലേ പറഞ്ഞ
അത്ര അടിച്ചാൽ മതിയല്ലോ. ചതയ്ക്കണോ? ഇനി ചതയ്ക്കൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. ഇങ്ങനെ ഒരു പെണ്ണ ഒന്നും അറിയാൻ ഒരു ജോലി അറിയാൻ നടക്കുമോ? എന്നിട്ട് എല്ലാം അറിയാന്ന് പറഞ്ഞൊരു പാവം. എന്റെ അക്കൂട്ടൻ അടുക്കള ഉണ്ടെങ്കിൽ ഒരു ഉഷാറാട്ടോ ജോലി ചെയ്യാൻ. പ്രയോജനമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് ഉഷാറായേക്കാം. അല്ലേ അട്ടൂട്ട? തേങ്ങയും വെളുത്തുള്ളിയും മാത്രം ചതച്ചാണ് ഈ അതിനകത്തോട്ട് അരപ്പെല്ലാം ചേർത്ത് ചീനിച്ചൊക്കെ. ഇത് എന്ത് വല്ലതായിരുന്നു? ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചത്. നീ പഠിപ്പിച്ചത് ഞാൻ ഇങ്ങനെ പലതായി പോയെന്ന് അച്ഛൻ പറയുന്നത്. എന്നതിന് നിനക്കൊണ്ടുണ്ടാക്കുന്നൊന്നും പിടിക്കുകയല്ലോ. നമ്മുടെ ഞാൻ എന്നെ പറഞ്ഞത് നമ്മുടെ എന്ന് പറയല്ലേ, നമ്മളെല്ലാം ഒന്നല്ലേ അല്ലേ? ഏത് ഞാൻ എന്നാ പറഞ്ഞു? അതോ അത് ഓർത്തോട്ട് വരുമായിരുന്നു പോയിട്ട്. ചീമച്ചൊക്കെ തോന്നും ശരിയായി. ഇനി ചോറ് കൊണ്ടാനായിട്ട് തുടങ്ങുവാണ്. ഞാൻ വൈകിട്ടത്തേക്ക് ഇനി ഇച്ചിരി ഉള്ളിവടയ്ക്കും ബോണ്ടായ്ക്കും ഒക്കെ ഒന്ന് അരച്ചും കുഴച്ച് വെക്കണം. ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ പോയി കിടന്നു കേട്ടോ. ഉറങ്ങിയൊന്നുമില്ല, പിന്നെ അങ്ങ് തലവേദനയുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ കുറച്ചു നേരം പോയി കിടന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് ഇപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് കയറി തന്നെ 4 മണിക്കത്തേക്ക് ഇച്ചിരി ഉള്ളിവട ഉണ്ടാക്കാൻ. ഉള്ളിവട ഞാൻ നേരത്തെ സവോള കുഞ്ഞതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഞെരടി എടുക്കും. അതിനകത്തിട്ട് ഞെരടി എടുത്തേച്ച് അത് അതിനകത്തോട്ട് മൈദയാണ് ചേർത്തേക്കുന്നത്. മൈദയും പച്ചമുളകും പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടി ഞാൻ ശകലം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നേരത്തെ മാവ് കുഴച്ച് വെച്ചിരുന്നതാണ്. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനെങ്ങനെയാണ് ഉള്ളിവടയ്ക്ക് മാവ് കുഴയ്ക്കുന്നത്? എല്ലാവരും അങ്ങനെ ആയിരിക്കാം, പിന്നെ ചിലർ സോഡാപ്പൊടി ചേർക്കുകയായിരിക്കും. ചിലരിങ്ങനെ കിഴുത്തിടുകയില്ല, ചുമ്മാ ഇങ്ങനെ എടുത്തെടുത്തേ ഉള്ളൂ. ഞാൻ സവോള നല്ലപോലെ ചേർക്കും കേട്ടോ. ഉള്ളിവടയെന്ന് പറഞ്ഞാൽ ഉള്ളിയല്ലേ എനിക്ക് വേണ്ടത്. അത് നോക്കട്ടെ, കഴിയുന്നത് കേട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉള്ളിവടയും. ഞങ്ങൾ പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല ഉള്ളിവട ഉണ്ടായാലും മുരുമുരാതിരിക്കുന്ന ഉള്ളിവട കേട്ടോ. ഭയങ്കര അത് ഞങ്ങളത് ഒരു 10-15 ആകുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ആ ക്യാൻറ്റീനിൽ കിട്ടും. എന്നും ഞാൻ ഉള്ളിവട കഴിക്കത്തുള്ളൂ. എനിക്ക് ഉള്ളിവടയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ പാല് ചായ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പിന്നെ അച്ചു ഇത് കഴിക്കുകയല്ല കേട്ടോ, ഉള്ളിവട അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ബ്രെഡ് റോസ്റ്റ് ചെയ്യാനായിട്ട് പാലും പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്ത് ഇത് അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിനകത്ത് മുക്കി പൊരിച്ചെടുക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞേച്ച് അതെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണ സ്കൂളൊക്കെ വിട്ട് നടക്കുന്നത് ഭയങ്കര ബഹളമാണ്. അവന് റിമോട്ട് എടുത്ത് ഫോൺ എടുത്ത് പാത്ത് വെച്ച് ചേട്ടൻ. അതിന് ഞാൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. ഇനി വീഡിയോയിലൊന്നും വരത്തില്ല, അമ്മയോട് ഇനി മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ എങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് വരും കേട്ടോ. ഭയങ്കര ഫോണിന് ഭയങ്കര അഡിക്റ്റ് ആണ്. കുറച്ച് ദിവസമായിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഫോണിന് അഡിക്റ്റ് ആണ്.
എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. ഇപ്പോഴേ ശ്രമിച്ചാലല്ലേ ഉള്ളൂ. ഒരു പഠിത്തത്തോടുള്ള താല്പര്യം കുറച്ചങ്ങോട്ട് ഇതായി പോയുണ്ടല്ലോ, പിന്നെ ഒട്ടും പഠിക്കേണ്ട ഒരു ഇതില്ലാതെ വരും. അതിനാണ് കിടന്ന് ഈ വേണം വെക്കുന്ന മൊത്തം. അവധി സമയത്തൊക്കെ ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ ഈ പ്രാവശ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ ശരിയാകുകയില്ല. ദീപാച്ചയൊക്കെ ചിലപ്പോൾ വരും കണ്ടിട്ടുണ്ടേ. നന്ദനെ കാണാനായിട്ട് ഭയങ്കര കൊതി. ഞങ്ങളൊരു നന്ദന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഞാനും അയച്ചും കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദീപാച്ചി വിളിച്ചു പറഞ്ഞു കൊച്ചിനെ കാണാൻ കൊതിയാണെന്ന്. അവളെ നേരം വൈകിട്ട് തൊട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ അംഗൻവാടി വിട്ടേച്ച് ദീപാച്ചിയുടെ വീട്ടിലോട്ടാണ് അവനെ കൊണ്ടുവരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കയറി പോകുമ്പോഴത്തേക്ക്, അവളെ കെട്ടിച്ച് വീട്ടിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് കൊച്ചിനെ കൊണ്ട് തൊഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ചെയ്യും, ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് അവൻ്റെ വാർത്താഭാഗവും എല്ലാം. ഭയങ്കര സ്നേഹമാണ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അവന് തന്നെയല്ല കേട്ടോ, ചക്കയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വീട്ടിൽ ഉള്ളിവട ഉണ്ടാക്കുമ്പോണ്ടല്ലോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാര്യം ആ ഉള്ളിവടയുടെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റും. എന്നാന്നറിയാം, നമ്മൾ നല്ലപോലെ ഉള്ളിയൊക്കെ ചേർത്തല്ലേ വെക്കുന്നത്. കടയിൽ അത്ര ഉള്ളി ചേർക്കത്തില്ല. സന്ധ്യ ആകുമ്പോഴത്തേക്കുണ്ട്. ഇപ്പം സമയം 4 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. 4 മണി 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതെ, 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം തന്നെ തുടങ്ങി കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും ദേഹത്ത് വേദനയും. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഉള്ളിവട നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ഞാൻ ബാക്കി ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ബ്രെഡ് റോസ്റ്റ്. അതിൻ്റെ ഇവർക്ക് നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ശകലം വെളിച്ചെണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ എനിക്ക് പനിയൊന്നും കുറച്ച് മേടിച്ച ബ്രെഡ് പോലെ തിന്നാൻ തോന്നില്ലായിരുന്നു കേട്ടോ. മറ്റേ തന്നെ അസുഖം വന്നാലുണ്ടല്ലോ ഞാൻ ബ്രെഡ് കഴിക്കാതിരിക്കുകയില്ല. എനിക്കിഷ്ടമുള്ള സാധനമാണ് ബ്രെഡ്. പക്ഷെ ഇന്നലെ എനിക്ക് അങ്ങോട്ട് ബ്രെഡ് ഒന്നും കഴിക്കാൻ തോന്നില്ലായിരുന്നു. ഞാൻ ഇതിനി ഓരോന്നും പൊരിച്ചെടുക്കട്ടെ. അത് എടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി മുറിഞ്ഞു പോയി. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ബ്രെഡ് റോസ്റ്റൊക്കെ. രണ്ടും അവിടെ പേടിച്ച് വിറച്ചിരുന്ന് കാണുവാണേ. അപ്പം ഞാൻ രണ്ടുപേർക്ക് ഇനി കഴിക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. ബ്രെഡ് റോസ്റ്റും കാപ്പി. ഭയങ്കര വെട്ടം. ചില സമയത്ത് ഭയങ്കര വെട്ടമായിരിക്കും, ചില സമയത്ത് വെട്ടം തീരെ കുറവായിരിക്കും. അപ്പം ഇനി അവർക്ക് ഞാൻ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. നമ്മുടെ ഉള്ളിവട കണ്ടില്ലല്ലോ, നല്ല അടിപൊളി ഉള്ളിവട കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കി.